ആ ഞാൻ കൊടുക്കാം. ഞാൻ കൊടുത്തോളാം. നീ എവിടെയാടി? എന്റെ അക്കൗണ്ടിലേക്ക് ഒരു 2000 രൂപ ഇട്ടേക്ക്. 2 ദിവസം കഴിയുമ്പോ തരാം. ഇപ്പൊ തന്നെ ഇട്ടേക്കാം. നിനക്ക് നന്നായിട്ട് ചേരണുണ്ട്. ഈ ഷോളും കൂടെ വെച്ച് നോക്കിക്കേ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. അത് നീ എടുക്ക. ഇവിടെ വേണ്ട, എനിക്ക് വേണ്ട. ഞാനിപ്പോ എന്റെ ഒന്നാമത്തെ കാര്യം എന്റെ പൈസ ഇല്ല. വേണ്ട വേണ്ട, ഇപ്പൊ വേണ്ട, ഒന്നും വേണ്ടടി, വേണ്ട. ഞാൻ കൊടുത്തോളാം പൈസ. ഇത് രണ്ടും കൂടി കൊറേ ആയി കേട്ടാ. ഓടി എവിടുന്ന്. ഇത് രണ്ടും കൂടി പാക്ക് ചെയ്തോ, പൈസ ഞാൻ കൊടുത്തോളാം. എടി നീ എവിടെയാ? എനിക്ക് ഇവിടെ 1000 രൂപ വേണമായിരുന്നു. എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാവാ? ഇട്ടേക്കാം. ഇപ്പൊ തന്നെ ഇട്ടേക്കാം. ഞാൻ അപ്പുറത്ത് കടയിലോട്ട് പോയത് കണ്ടിട്ട്. വിശേഷമൊക്കെ നല്ലതന്നെ. എപ്പോഴും വാല് പോലെ ഒരാൾ കൂടെ ഉണ്ടാവാറുണ്ടല്ലോ, എന്തി? ആര്? മായയാണ്. അതെ, വിളിച്ചിട്ട് തിരക്കിലാണെന്നേ. ഞാൻ പലതൊക്കെ അറിയുന്നുണ്ട്, പിന്നെ ചോദിക്കാഞ്ഞിട്ടാ. എന്താ? ഒന്നുമില്ലേ മായായിട്ട്? മായായിട്ട് എന്താ? ഒന്നും ഇല്ലാതെ ആളിങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ലടി ആളുകള്. നമ്മള് ചങ്കാണെന്ന് പറഞ്ഞ് കൂടെ കൊണ്ടുനടന്നതാ. അങ്ങനെയൊന്നും അല്ല കാര്യങ്ങള്. മായയാ? എന്നെ കുറിച്ചാ? ഒന്ന് പോടി അവിടുന്ന്. ഇല്ലെന്നേ, പറഞ്ഞെന്നേ. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഏതാണ്ട് അവരുടെ വീട്ടില് ചക്കയുടെ ഉണ്ടാക്കിയപ്പോഴത്തേന് നീ അതിൽ വാരി കൈയിട്ടെടുത്ത് തിന്നോ. നീ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞെന്നേ ഉള്ളൂ. അതോ മനസ്സിലിട്ട് ഇതാക്കിയൊന്നും വേണ്ട, വിട്ടേര്. അല്ലടി, അവൾക്ക് കാശിനൊക്കെ ആവശ്യം വരുമ്പോ എനിക്ക് മെസ്സേജ് അയക്കണം. ഞാൻ എന്നിട്ട് അപ്പൊ തന്നെ കാശ് ഇട്ട് കൊടുക്കാറും ഒക്കെ ഉണ്ട്. നീ ഇടയ്ക്ക് എങ്ങാനും അവള് പൈസ വല്ലതും ചോദിച്ചിട്ടുണ്ടായിരുന്നോ? 2000 രൂപ എടുക്കാൻ കാണുവാടി. അയ്യോടി, എന്റെ കയ്യിൽ പൈസ ഇല്ലല്ല. ഞാൻ ചേട്ടനോടും ചോദിക്കട്ടെ. 2000 രൂപ എടി എന്റെ കയ്യിലില്ല, മാസാവസാനല്ലേ, ഇവിടെ ഉണ്ടാവാനാണ്. ശരി, ഓക്കെ. വെറുതെ അല്ല, അത് പറ. അതാണ് നീ പഞ്ചായത്തിലെ ഏറ്റവും മോശം സ്ത്രീ ആയതില്ല എന്നുണ്ടെങ്കിൽ അവൾ ഇത്രയൊക്കെ പറയൂ. ഒന്ന് ചിന്തിച്ചു നോക്കേ, ആരാണേലും ഓർക്കത്തില്ലേ ഇതുപോലെ അടയും ചക്കരയും കൂടെ നടന്നു വെച്ച ആൾക്കാർ പെട്ടെന്ന് ഇതെന്താ ഒറ്റയ്ക്കായി പോയെന്ന്. ഞാനിതിപ്പോ പറഞ്ഞെന്നേ, നീ ഇതിപ്പോ അവളോട് ചോദിക്കാനും പിടിക്കാനൊന്നും പോകണ്ട. എടി, നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. പിന്നെ നിനക്ക് എന്നോട് എന്തെങ്കിലും പിണക്കമുണ്ടോ? എടി, അന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞോണ്ടാ ഞാൻ തരാഞ്ഞത്. എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ പറയണേ. നീ എന്താ തന്നെ ഇങ്ങനെയൊക്കെ പറയണത്? നിനക്ക് എന്റെ സാഹചര്യം അറിയാല്ല. എൻ്റെ അമ്മായിയമ്മ അമ്മായിയച്ഛനാണെങ്കിൽ ഒരു സൗകര്യവും തരത്തില്ല. അതിനിടക്കാണെങ്കിൽ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ട്. അല്ലാതെ എനിക്ക് നിന്നോട് എന്ത് പിണക്കം? എനിക്കൊരു പിണക്കവും ഇല്ല നിന്നോടത്ത്. ഞാൻ തനുവിനൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവളിനി പറയാനൊന്നുമില്ല. നീ അവളുടെ നിന്ന് കാശ് കടം വാങ്ങിക്കുമായിരുന്നോ? ആ കാശ് വാങ്ങിക്കുമായിരുന്നു, കൊടുക്കുകയും ചെയ്യുമായിരുന്നു. കാശ് കടം വാങ്ങിച്ച കാര്യത്തെ പറ്റി നമുക്കറിയാം, അവള് തിരിച്ചു കൊടുത്ത കാര്യത്തെ പറ്റിയിട്ടൊന്നും നമുക്കറിയത്തില്ല. പറയാൻ ഇനി ഒന്നും ഇല്ല. ബാക്കി എന്തു മോശമായിട്ടാ നിന്നെ പറ്റി പറഞ്ഞത്? അവൾ എന്ത് പറഞ്ഞു എൻ്റെ അടുത്ത്? നീ 24 മണിക്കൂർ 5 ഇട് 10 ഇട് എന്നും പറഞ്ഞോണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ എന്നെ റിസർവ് ബാങ്ക് ആണെന്നാണ് അവള് ചോദിക്കണം. എന്നാലും ഇവള് കൊള്ളാല്ല. ഈ വിഷപ്പാമ്പിനെയാണല്ലേ ഞാൻ ഇത്രയും നാൾ കൂടെ കൊണ്ടുനടന്നത്. വരട്ടെ അവള്. എൻ്റെ വീടിന്റെ അടിച്ചതിൻ്റെ അകത്ത് ഞാൻ അവളെ കയറ്റത്തില്ല. നിന്റെ കൂട്ടുകാരൻ നിൽക്കണല്ലേ? അവൾ കണ്ടില്ലേ? എന്നാലും അവള് നമ്മളെ കണ്ടു കാണത്തില്ലേ? കാണട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വിളിച്ചിട്ടാണ് കിട്ടണമില്ല. പിന്നെ ഈ കാശ് കൊടുത്തിട്ടുള്ളൊരു സൗഹൃദം ഇല്ലേ, അതത്ര നല്ല ഏർപ്പാടല്ല. അങ്ങനെ നല്ല സുഹൃത്തുക്കളായിരുന്ന ഞങ്ങൾ ഇപ്പോൾ ഈ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറി.